എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ബീഫ് ബിരിയാണിയാണ്. ഇതുപോലൊരു ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കധികം സമയമൊന്നും ആവശ്യമില്ല, എങ്കിലും പൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ടും. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പാചകം പഠിച്ചു തുടങ്ങിയ ആൾക്കാർക്ക് വരെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും സാധിക്കും. ബീഫൊക്കെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വെന്ത് ഗ്രേവി നല്ല കുറുകിയ പാകത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കേണ്ടതും. ഇനി ബിരിയാണിക്കായിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ വാങ്ങുമ്പോൾ അല്പം കൂടി തന്നെ വാങ്ങിച്ചാൽ നെയ്യുടെ അളവുകൾ വളരെ തന്നെ കുറക്കാൻ പറ്റുകയും ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കൂടിയായിരിക്കും കിട്ടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമാകും. ഇനിയിപ്പോൾ ആർക്കും ഈസി ആയിട്ട് തന്നെ വീടുകളിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കില്ല കേട്ടോ കൂട്ടുകാരെ. നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും നല്ല കിടുക്കാച്ചി ബീഫ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ബീഫ് ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. ബിരിയാണി തയ്യാറാക്കാനുള്ള കഷ്ണങ്ങൾ എടുക്കുമ്പോൾ എല്ലോട് കൂടിയുള്ള കഷ്ണങ്ങളായിരിക്കണം എടുക്കേണ്ടതും. കുറച്ച് നെയ്യോട് കൂടിയുള്ള കഷ്ണങ്ങളായിരിക്കും ബിരിയാണി തയ്യാറാക്കാനും നല്ലത്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ വേവിക്കാനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്തിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 തക്കാളി, 4 സവാള, 12 പച്ചമുളക്. നമ്മൾ ഈ ബിരിയാണിയിലേക്ക് മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. അങ്ങനെ തക്കാളിയും സവാളയും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയും തക്കാളിയും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബിരിയാണി മസാല തയ്യാറാക്കാം. 1.5 ടീസ്പൂൺ അളവില് കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ അളവില് മുഴുവൻ മല്ലിക്ക് പകരമായിട്ട് മല്ലിപ്പൊടിയും എടുക്കാവുന്നതാണ്. മല്ലിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 6 കറിയാമ്പൂവാണ്. കൂടെ തന്നെ ഒരു 7 ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്റ്റാർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ഇതളോളം ജാതിപത്രിയാണ്. ജാതിപത്രിയുടെ കൂടെ തന്നെ 2 ബേ ലീഫ് കൂടെ ചേർക്കുന്നുണ്ട്. ശേഷം 2 കഷ്ണം കറുവപ്പട്ട ഇതുപോലെ ഒന്ന് ഒടിച്ചതിന് ശേഷം ഇതുകൂടി ചേർക്കാം. കൂടെ തന്നെ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ സജീരകവും. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മസാലകൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മല്ലിയും പുതിനയിലയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് മൂടിയതിന് ശേഷം നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മസാലകൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബീഫിലേക്ക് ചേർക്കാം. ഈ ഒരു രീതിയിൽ മസാലകൾ പൊടിച്ച് ബിരിയാണി തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കിട്ടുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് 2 സ്പൂണോളം ഓയിലും 1/2 കപ്പ് തൈര് കൂടി ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ പുളിപ്പില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് 1/2 കപ്പോളം പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ബിരിയാണി മസാല തയ്യാറാക്കി ഇതിലേക്ക് ചോറ് ചേർത്ത് ദം ചെയ്തെടുക്കുമ്പോൾ ഇത് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കൈകൊണ്ട് നല്ല പോലെ തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈയിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടും. ഇനി കുക്കർ ഒന്ന് മൂടിയതിന് ശേഷം കഷ്ണങ്ങൾ നല്ല മയത്തിൽ വെന്ത് വരുന്നത് വരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ നല്ല പോലെ വെന്ത് കിട്ടുന്നത് ഓരോ കുക്കറിന്റെയും ക്വാളിറ്റി അനുസരിച്ചായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായ അരി ഒന്ന് അളന്നെടുക്കാം. ഞാനിവിടെ ഒരു 5 കപ്പ് ബ്രാൻഡിന്റെ കൈമ റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അരി പാത്രത്തിലേക്ക് അളന്നു കഴിഞ്ഞാൽ നല്ല പോലെ കഴുകിയതിനു ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുതിർത്താനായിട്ട് മൂടി വെച്ചു കൊടുക്കാം. 5 മിനിറ്റ് മാത്രം അരി വെള്ളത്തിൽ കുതിർത്തിയെടുത്താൽ മതിയാകും. 5 മിനിറ്റിന് ശേഷം അരി വെള്ളത്തിൽ നിന്നും ഇതുപോലെ ഒന്ന് സ്റ്റെയിനറിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ അരി പെട്ടെന്ന് വെന്തു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫും ഇവിടെ വെന്തു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് റൈസ് വേവിക്കാൻ തുടങ്ങാം. റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഒരു ചെറിയ സവാള, 1 ക്യാരറ്റ്, 1 പിടി പൈനാപ്പിൾ അരിഞ്ഞതും അതുപോലെ ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തതും കുറച്ച് ഹോൾ സ്പൈസസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലെ നെയ്യും 1 സ്പൂൺ അളവിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. മസാലകൾ നല്ല പോലെ മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ചേരുവകൾ കൂടി ചേർത്ത് ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കാം. പൈനാപ്പിൾ
പൈനാപ്പിളും ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വാടി കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. പച്ചക്കറികളൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടിയോളം മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടി ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയതിനു ശേഷം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നല്ല പോലെ തിളച്ച് കിട്ടണം. ഈ സമയത്ത് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടാനായിട്ടൊന്ന് മൂടി കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റൈസ് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ റൈസ് നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം. തിളച്ചു വന്ന റൈസ് ചെറിയ തീയിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാനായിട്ട്. നമ്മുടെ റൈസ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റി മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഒരു സമയത്ത് വെന്തു വന്നിട്ടുള്ള ബീഫ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലെ വെള്ളമയോ ഒന്ന് വറ്റിച്ചെടുക്കാം. ബീഫിൽ ധാരാളമായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ റൈസും കൂടി ചേർക്കുമ്പോൾ അരി വെന്ത് കുഴയാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ്. നമുക്ക് റൈസ് 1/4 ഭാഗം മാത്രം വേവിച്ചെടുത്താൽ മതിയാകും. ഈ ഒരു സമയത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. റൈസിലുണ്ടായിരുന്ന വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഉടൻ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫിലെ വെള്ളവും നല്ലപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2.5 സ്പൂൺ അളവിൽ ബിരിയാണി മസാല കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെയാണ് നമ്മുടെ ബീഫ് വന്നിട്ടുള്ളത്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് 1/4 ഭാഗം വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ഭാഗത്തോളം റൈസ് നിരത്തി കഴിഞ്ഞാൽ ഇതിന്റെ മേലെയായിട്ട് ഫ്രൈ ചെയ്തെടുത്ത ഒനിയനും കാഷ്യൂസും റൈസിൻസും ചേർക്കാം. കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലയും. അതിനുശേഷം ബാക്കിയുള്ള റൈസ് കൂടി ചേർക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് ബീഫിൽ നിന്നും നമുക്ക് കുറച്ച് സ്റ്റോക്ക് മാറ്റി വെച്ചിട്ട് അതുകൂടി റൈസിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ റൈസിന് നല്ല സ്വാദായിരിക്കും. വീണ്ടും ഇതിന്റെ മേലെയായിട്ട് മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത ഒനിയനും കാഷ്യൂസും റൈസിൻസും കൂടി ചേർക്കാം. ആവശ്യമെങ്കിൽ 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ മേലെയായിട്ട് 2-3 ഹോൾസ് കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് കൊടുത്ത് ദം ചെയ്ത് കൂടി എടുക്കാം. ഒരു 10 മിനിറ്റ് നേരമാണ് നമുക്ക് ദം ചെയ്തെടുക്കേണ്ടത്. ഒരു തരി പോലും പുറത്തേക്ക് പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു ഭാരമൊക്കെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അതിനും ശേഷം ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ബിരിയാണി ഒന്ന് തുറന്നു നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി ബീഫ് ബിരിയാണി ഇവിടെ റെഡിയാണ്. നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇതുപോലൊരു ബീഫ് ബിരിയാണി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ബീഫ് ബിരിയാണിയിൽ ഓവറായിട്ട് മസാലകളൊന്നും തന്നെയില്ല. അതുപോലെ നമ്മുടെ ബീഫ് കഷ്ണങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ വെന്തും കിട്ടിയിട്ടുള്ളതും. പോലെ ആയിരിക്കണം ബിരിയാണി തയ്യാറാക്കി എടുക്കേണ്ടതും. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു ബീഫ് ബിരിയാണി തയ്യാറാക്കി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.